ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ്. ഇത് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇതിന് ഒരു ടൂൾസും ആവശ്യമില്ല, നമ്മളെ വീട്ടിൽ ഉള്ള കത്തി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഇത് കുറച്ച് ക്രീം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഞാനിവിടെ ബട്ടർ ക്രീമാണ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ ക്രീം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഇട്ടുതരാം. ആവശ്യമുള്ള ആരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കപ്പ് കേക്കിൻ്റെ മേലെ കുറച്ച് ബട്ടർ ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കത്തി വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ആ കത്തിയുടെ ആ പരന്ന ഭാഗം വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 1-2 മിനിറ്റ് മതി. നന്നായിട്ടത് കട്ട് ആയിക്കോളും. താഴത്താണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. കാരണം ഇനി ലൈൻസ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് അത് ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾ നേരത്തെ എടുത്ത കത്തി വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഷാർപ്പ് അല്ലാത്ത മറ്റേ ഭാഗം വെച്ച് ചെയ്താൽ മതി. ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ കിട്ടുന്ന വിധത്തിൽ. ഇനി നമുക്കിതൊന്ന് കുറച്ച് ഷുഗർ ബോൾസ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു യെല്ലോ കളർ ഷുഗർ ബോൾസ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആ ജോയിൻ ചെയ്യുന്നിടത്ത് മാത്രമേ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ഇട്ട് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എനിക്കൊന്ന് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി, നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട് വേറൊരു കളറിൽ. ഒരു പർപ്പിൾ കളർ കൂടി ഞാൻ ബട്ടർ ക്രീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വൈറ്റ് ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് കേക്കിൻ്റെ മേലും ആക്കിക്കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ല സിമ്പിളായിട്ട് അറിയാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.